ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അയ്യോ, അപ്പോൾ കുറേ നാൾ കൂടി ഒരു വീഡിയോ കൊണ്ട് ഞാൻ വന്നിരിക്കുക. കുറച്ചധികം നാളായി ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മാരകമായ മടി കൊണ്ടിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പം എന്താണെങ്കിലും ഇന്നിത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, പ്ലീസ് 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 പ്ലീസ്. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. എനിക്ക് ഗെസ് അബൌട്ട് മൈ നെക്സ്റ്റ് പ്ലേസ് ഇൻ ചെന്നൈ. ദൈവം സഹായിച്ച് 143 വ്യൂസും ഉണ്ടായിരുന്നു. ഒരു പട്ടിക്കുറുക്കം പോലും എനിക്ക് കമൻറ്റ് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ ആക്ച്വലി ഇന്ന് പോകുന്നത് മൈലാപ്പൂർ. അപ്പം മൈലാപ്പൂരിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പോകുന്ന വഴിയിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ ലയോള കോളേജ് ചെന്നൈ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ. അതിൻ്റെ മതിൽ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് കറക്റ്റ് അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ട് ഏതോ ഒരു വണ്ടി വന്ന് ബ്ലോക്ക് ആക്കോ സംതിങ് ഹാപ്പൻ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ എന്ത് കൂടുതൽ പറയാനാ മൈലാപ്പൂരിനെ പറ്റി. ബിക്കോസ് ഇത് മൈലാപ്പൂരിനെ പറ്റിയുള്ള ഒരു വീഡിയോയും അല്ല. പിന്നെ എന്നെക്കാട്ടിലും അധികം നിങ്ങൾക്കറിയാം, ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്. ചെന്നൈയുടെ ഒരു സാംസ്കാരിക ഹൃദയഭാഗമാണ് ഈ മൈലാപ്പൂർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഫേമസ് ഫോർ സെൻറ്റ് തോമസ് ചർച്ച്, അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന സെൻറ്റ് തോമസ് മൗണ്ട്, അതുപോലെ ഫേമസ് ആയിട്ടുള്ള കപാലീശ്വർ ക്ഷേത്രം മാത്രമേ ഞാനിപ്പോൾ ഇതിനകത്തൊരു കട്ടൗട്ട് പോലെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ബട്ട് ദർ ആർ സോ മെനി അതർ ടെമ്പിൾസ്. ഇങ്ങനെയൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കേട്ടോ ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത്. സച്ച് എ ഡിവൈൻ ആൻഡ് ബ്ലെസ്ഡ് ഫീലിംഗ്. അങ്ങനെ അവിടെയുള്ള കുറച്ച് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് അതുവഴി ഈ ഒരു വൈകുന്നേരം അങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. ആ ഒരു ഫീലും വൈബും. ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ കൈപിടിച്ച് അങ്ങനെ നടക്കാനും ഭയങ്കര രസമാണ്. അയ്യോ, അത് ഞാൻ വെറുതെ ഇതിനിടയ്ക്ക് ഒരു ആഡ് ഓൺ പോലെ കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ തന്നെ പോയാലും ഇഷ്ടമുള്ളവരുടെ കൂടെ പോയാലും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഈ ഒരു ഈവനിങ് ടൈം ഇങ്ങനെ ഒരു സമയത്ത് പോകണം. ഭയങ്കര വേറൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനടുത്തുള്ള ഒരു ഭരതനാട്യം ഷോപ്പിലേക്കാണ് കോസ്റ്റ്യൂംസും ജ്വല്ലറീസും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവൾക്ക് ഈ പഞ്ചലോഹത്തിലുള്ള ഓർണമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ പ്രാവശ്യം മൈലാപ്പൂർ പോയിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഷൂട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയതും LKG-യിലാണോ UKG-യിലാണോ അച്ഛൻ എന്നെ കൊണ്ട് ചേർത്തെന്ന് എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല. പക്ഷെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ റിക്രിയേഷൻ ക്ലബ്ബിൽ സൺഡേസിൽ എവറി സൺഡേ ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ വരും. മിനി ടീച്ചർ എന്നാണ് പേര്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിക്കാൻ പോയത്. അത് ഐ തിങ്ക് UKG-യിൽ പഠിക്കുമ്പോഴായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡാൻസ് പഠിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ മിനി ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരയ്ക്കും ലൈക്ക് നിയർലി എൻ്റെ ഒരു 5th സ്റ്റാൻഡേർഡ് വരയ്ക്കും ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനോടകം തന്നെ അരങ്ങേറ്റവും പിന്നെ ക്ലബിൽ റിക്രിയേഷൻ ക്ലബ്ബിൽ തന്നെ പരിപാടികളൊക്കെ വരുന്നതും, അതുപോലെ സ്കൂളിൻ്റെ ആനുവൽ ഡേയ്സിൽ ഞങ്ങൾ കളിക്കുന്നതും. സ്കൂളിലും ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു. അയ്യോ, ടീച്ചറിൻ്റെ പേരെന്താ? ഞാൻ മറന്നുപോയോ? എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നമ്മൾ അന്ന് ഈ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ വാങ്ങിക്കാനായിട്ട് എറണാകുളത്ത് പോകുന്നത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോഴും കടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് നമ്മൾ ആലി സ്റ്റോഴ്സ് എന്നാണ് പറയുന്നത്. അത് അലി എന്നാണോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ വായിൽ പെട്ടെന്ന് വരുന്നത് ആലി സ്റ്റോഴ്സ് എന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സും കോസ്റ്റ്യൂംസും ഒക്കെ അന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു 8th സ്റ്റാൻഡേർഡ് വരയ്ക്കും 5ാം ക്ലാസ്സിൽ മിനി ടീച്ചർ കല്യാണം കഴിഞ്ഞ് പോയെങ്കിലും അതിനുശേഷം പിന്നെ അവിടെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അവിടെ വേറെ ആരും വന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നമുക്ക് ആർട്സ് പീരീഡിൽ ഡാൻസ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം
ഒരു 8ാം ക്ലാസ് വരയ്ക്കും ഈ പറയുന്ന പോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസായിട്ട് തന്നെ ആനുവൽ ഡേക്കും അല്ലാതെയുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ചിലങ്കയൊക്കെ കാണുമ്പോൾ ചിലങ്ക കെട്ടി ആടിയിട്ടുള്ളത് ഒരു 8th സ്റ്റാൻഡേർഡ് വരയ്ക്കുമാണ്. അതിനുശേഷം നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പം ഞാൻ 9th ആയപ്പോഴാണ് നമ്മൾ എറണാകുളത്ത് നിന്നും നാട്ടിലേക്ക് പോകുന്നത്, കോട്ടയത്തേക്ക് പോകുന്നത്. അപ്പോൾ പിന്നീട് അവിടെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടുത്തെ സ്കൂളിൽ ആർട്സ് പീരീഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ട്രെയിനിങ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നിന്നു. പിന്നെ നമ്മളെന്താ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളിക്കുക, സ്കൂള് കോളേജ് +1 +2 ഒക്കെ സമയത്ത് നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇപ്പം ഞാൻ ഈ ഒരു ഡാൻസ് കോസ്റ്റ്യൂംസൊക്കെ കാണുക. എന്തുമാത്രം വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണെന്നറിയാം, എന്തുമാത്രം ഡിസൈൻസിലും ഒരുപാട് പുതിയ പുതിയ സാധനങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ പോലെയൊന്നുമല്ല. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വന്ന് ഈ ഒരു ഒത്തൻറ്റിക്കായിട്ട് അതിൻ്റെ തിങ്സൊക്കെ വന്ന് വാങ്ങിക്കുന്നതല്ല. അത് നമ്മൾ ചുമ്മാ ഇതുപോലെ എസ്പെഷ്യലി ഈ ജ്വല്ലറി ബിസിനസ്സോടെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ സൗകാർപേട്ടൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അല്ലാതെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള കുന്തൻ ടൈപ്പ് ഓഫ് ജ്വൽസൊക്കെ. ബട്ട് ടിപ്പിക്കൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞ ചേച്ചിക്ക് വേണ്ട ഈ പഞ്ചലോഹത്തിലുള്ള ലോങ് ഹാരം, ഷോർട്ട് നെക്ലസ്സൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ആൻഡ് ക്യുക്ക് ട്രിപ്പായിരുന്നു ഇത്തവണ മൈലാപ്പൂരിലേക്കുള്ളത്. അമ്പലത്തിനകത്ത് ഞാൻ കയറിയില്ല, എനിക്ക് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ പുറത്തൂടെ അങ്ങനെയൊക്കെ നടന്ന് അതിനുശേഷം കടയിൽ വന്ന് പർച്ചേസൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഈ ക്ലിപ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ നാഗവല്ലി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് ഭയങ്കര റീച്ച് കിട്ടുമായിരിക്കും, ആനയാണ് ചേനയാണെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണല്ലോ, അപ്പം ആൾക്കാരൊന്നും നമ്മളെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെ ഈയൊരു സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചും വരുന്നേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡു കമൻറ്റ് ഇറ്റ് ഔട്ട്. സോ ഐ വിൽ സീ യു ഓൾ വെരി സൂൺ വിത്ത് യെറ്റ് അനദർ വീഡിയോ. താങ്ക് യു. ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.